ഗായ്സ്, അങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിപ്പോൾ തോഷിയോക്കാനിലേക്ക് പോവാണ്. തോഷിയോക്കാൻ എന്ന് വെച്ചാൽ ലൈബ്രറിയിലേക്ക് പോവാണ്. ഞാനും അനിയത്തിയും കൂടിയാണ് പോകുന്നത്. ഇന്ന് എനിക്ക് ലീവുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി, കുളിച്ചൊക്കെ എഴുന്നേറ്റപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഇവിടുത്തെ 6:30 ആയിട്ടുണ്ട് സമയം. പക്ഷെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി ഇപ്പോൾ ഇരുട്ടത്താണല്ലോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഐ ജസ്റ്റ് തോട്ട് ഇന്ന് എന്തായാലും കുറച്ച് വെളിച്ചത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ തോഷിയോക്കാനിലേക്ക് നടന്നിട്ടാണ് പോകുന്നത്. സോ വൈ നോട്ട്? കാരണം എപ്പോഴും ഞാൻ സൈക്കിളിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് പോകുന്ന വഴിക്കുള്ളതൊന്നും അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റാറില്ല. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. ഞങ്ങളുടെ ഒരു പോകുന്ന വഴി കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ആൻഡ് അതിനുശേഷം നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കണം, എന്നാലാണ് നാളെ ഉച്ചത്തേക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ആയിട്ടുള്ളൊരു കുട്ടി വ്ളോഗ് കാണാമല്ലോ. ആൾ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തോഷിയോക്കാനിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. മൊത്തത്തിൽ ഭയങ്കര രസമാണ്, എപ്പോഴും ഒരു പോസിറ്റിവിറ്റിയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല ഇരുട്ടാനൊക്കെ ഒരു 7 മണിയൊക്കെ കഴിയുന്നുണ്ട്. 7:30 ആകുമ്പോഴാണ് ശരിക്കും ഒരു ഇരുട്ട് ഇങ്ങനെ ആയി വരുന്നത് പോലും. സോ ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്കൊരു എനിക്ക് തോന്നുന്നത് ഒരു 6 മണി 7 മണി സമയത്തിനോട് അടുത്തിട്ട് തന്നെയാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. ഇത്രയും വെയിൽ കണ്ടോ. പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നടന്നു പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കുറേ കാലം മുന്നേക്ക് ഇങ്ങനെ നടക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ നടക്കാനുള്ള മടി അങ്ങറ്റം പീക്കിലാണ്. സോ ജസ്റ്റ് തോട്ട് ഇന്ന് എന്തായാലും നടന്നു പോകാമെന്ന്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര അടുത്താണ്, പക്ഷെ എന്നാലും നമ്മൾ സൈക്കിളാണ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇന്നെന്തായാലും റെസ്റ്റ് എടുത്ത് നന്നായിട്ട് ഉറങ്ങി തീർത്തു, എല്ലാം ചെയ്തു. സോ ജസ്റ്റ് തോട്ട് നടന്നു പോകാമെന്ന്. ഇപ്പോൾ ഒന്ന് ക്രോസ് ചെയ്തു. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നടന്നു പോവുകയാണെങ്കിലും ഇപ്പോൾ നമുക്ക് വണ്ടി നിർത്തി തരും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ബോവ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവരും തിരിച്ച് അതേപോലെ നമുക്ക്. ഇത് ഭയങ്കര റെസ്പെക്റ്റാണ്. ചില ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ഇതില്ലാത്തതുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും നല്ല റെസ്പെക്റ്റോടുകൂടിയാണ് നമ്മളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവൻ്റെ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഇവിടുത്തെ ആ ഒരു വേ ഓഫ് ട്രീറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നടത്തു പോലെ ഒന്നല്ല, ആൾക്കാർക്കാണ്, ഇവിടെ നടക്കുന്നവർക്കാണ് കുറച്ചുകൂടെ പ്രയോറിറ്റി അവർ കൊടുക്കുന്നത്, മോർ ദാൻ സൈക്കിളിൽ പോകുന്നതും. ഐ മീൻ ഫസ്റ്റ് പ്രയോറിറ്റി ഇസ് നടക്കുന്നവർക്ക്, സെക്കൻഡ് ഇസ് സൈക്കിളിൽ പോകുന്നവർക്കും, അതേപോലെ കാറും ഒക്കെ. സോ ഞാൻ ഫോണിൽ സംസാരിച്ച് പോകുന്ന നോക്കിയിട്ട് അവർ തിരിഞ്ഞ് നോക്കുന്നതാണ്. ഇവിടെ യൂഷ്വലി നമുക്ക് എവിടെ നോക്കിയാലും ഏത് കോർണറിൽ നോക്കിയാലും ഇവിടുത്തെ കുഞ്ഞു പിള്ളേരൊക്കെ ആയിക്കോട്ടെ ഫോണിൽ ടിക്ടോക്ക് വീഡിയോസും ഇതൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. സോ അത്രത്തോളം ഒരു ഫെമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് വീഡിയോസും ഇതൊക്കെ എടുക്കുക എന്നുള്ളത്. സോ നമ്മുടെ നാട്ടിൽ നമുക്ക് അത്രത്തോളം ഒരു കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നപ്പോൾ നമുക്കിവിടെ അങ്ങനെ ഒട്ടും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഒരു ലൈൻ കാണുന്നില്ലേ, ദിസ് ഇസ് ഫോർ സൈക്കിളിനാണ്. ആൻഡ് നമ്മൾ ഈ ഭാഗത്ത് കൂടെയാണ് നടക്കേണ്ടത് കേട്ടോ. നമ്മൾ ബാങ്ക് എത്താനായിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പൈസ എടുത്തിട്ട് നമ്മൾ നേരെ പിന്നെ തോഷിയോക്കാനിൽ പോയിട്ട് പഠിക്കാൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് പിന്നെ സോ നമ്മൾ പൈസയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഹ്യക്കൻ ഷോപ്പിലാണ്. ഈ ഷോപ്പെന്ന് വെച്ചാൽ ഇവിടെ എന്തെടുത്താലും വെറും 100 എണ്ണേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഓൾമോസ്റ്റ് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ചെയ്യും കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. അത്യാവശ്യം നമുക്ക് ഒരു 1000 എണ്ണനൊക്കെ നമുക്ക് കുറച്ചധികം സാധനമൊക്കെ മേടിച്ചിട്ടൊക്കെ വരാം. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഹ്യക്കൻ ഷോപ്പിലേക്കാണ്. ഇവിടെ എല്ലാം എന്തെടുത്താലും ഇറ്റ് വിൽ ബി ജസ്റ്റ് ഫോർ 100. ഇതുണ്ടോ, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് മേടിക്കാനും പിന്നെ എനിക്ക് 2 പെന്നൊക്കെ മേടിക്കണമായിരുന്നു. സോ അത് മാത്രമാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ.
ആൻഡ് അവിടെ നേരെ നമ്മൾ പിന്നെ തോഷുക്കാനിലോട്ട് പോയി കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ പിന്നെ പതുക്കെയാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പഠിച്ചിട്ട് ഇതാ ഇറങ്ങി, രാത്രി വീണ്ടും. സോ നമ്മൾ ഇപ്പോൾ സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് കുറച്ച് ചിക്കൻ മേടിക്കാനുണ്ട്, അത് മാത്രം മേടിച്ചിട്ട് നമുക്ക് റൂം പോകാം. ഞാൻ ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഒരു ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ എന്നും ഇവിടെ പോയിട്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ട് കുറച്ചധികം എന്താ പറ്റിയെന്നറിയില്ല, ഇപ്പം അങ്ങനെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാനുള്ളൊരു സമയം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിൽ മേടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇപ്പോഴും ഞങ്ങളിപ്പോൾ നോക്കാറുള്ളത്. സോ നമ്മൾ പിന്നെ അവിടെ നിന്ന് ചിക്കൻ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ എടുത്തു, പിന്നെ നമ്മൾ വിശന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ബർഗറും എടുത്തിട്ട് ജസ്റ്റ് ഒന്നൊന്ന് ചൂടാക്കിയതിന് ശേഷം പുറത്ത് പോയിട്ട് നിന്നിട്ട് കഴിച്ചു. നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. സോ വി ജസ്റ്റ് ബ്രോഡ് എ ബർഗർ. അപ്പോൾ അത് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയായിട്ടോ സമയം. ഇനി റൂമിൽ പോവുക, കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുണ്ട്, അല്ല നാട്ടിലുള്ള ഫുഡ് ഉണ്ടാക്കി വയ്ക്കാണ്ട്, ആൻഡ് പഠിക്കുക, കിടക്കുക, അത്രയേ ഉള്ളൂ. വണ്ടിയിലെന്താ സോ ഗൈസ്, ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയായിട്ടുണ്ട്. സോ ഇനി ഞാൻ വ്ളോഗ് എടുത്തിട്ട് നിൽക്കുന്നില്ല, കാരണം എനിക്കിനി സമയമില്ല. ഐ ഹാവ് ജസ്റ്റ് ലിമിറ്റഡ് ടൈം. വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം, ആൻഡ് ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, കിടക്കണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. ഇനി ഞാൻ നൈറ്റ് വ്ളോഗ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. സോ